റെസ്പോൺസ് നോക്കുന്നത്? ഹലോ ചേട്ടാ റെസ്പോൺസ് ഉണ്ടോ? റെസ്പോൺസ് ഉണ്ടോ എളുപ്പം. റെസ്പോൺസ് ഇല്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യും? നമുക്കിത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, സഹായം വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആണെങ്കിൽ ഒരു തുറന്ന സ്ഥലം വിളിക്കുക, അയ്യോ ഓടി വരുന്ന ഒരാൾ വീണ് കിടക്കുന്നു എന്ന് നമ്മൾ ഉറക്കം വിളിക്കും. അതല്ല, നമ്മുടെ ഇപ്പോൾ ഓഫീസാണെങ്കിൽ നമ്മുടെ പരിചയമുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ വിളിക്കാം, ഡേക്ക് വാ ഇന്നയാൾ വീണ് കിടക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ആരോ വീണ് കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പേര് പറയാം, പ്രഭാരം വീണ് കിടക്കും, ഓടി ഓടിയോ. അപ്പോൾ ആരെങ്കിലും ഓടി വരും. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വരുന്ന ആളുടെ അടുത്ത് എന്ത് പറയും? ആംബുലൻസ് വിളിക്കാൻ പറയണം. AED എവിടെ ഇരിക്കുന്നതാണ് AED എടുത്തോണ്ടിരാൻ പറയുക. ഇത് രണ്ടുമാണ് നമ്മൾ അയാളെ കൊണ്ട് ചെയ്യിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാനും വേറൊരാളും ബസ് സ്റ്റോപ്പിൽ രാത്രി സന്ധ്യയ്ക്ക് നമ്മൾ ബസ് കാത്ത് നിൽക്കുന്നു, അയാൾ കുഴഞ്ഞു വീഴുന്നു. ആ പ്രദേശത്തൊന്നും ആരെ വിളിച്ചിട്ട് ആരും വരുന്നില്ല. അപ്പോൾ ഞാൻ റെസ്പോൺസ് ചെക്ക് ചെയ്തു, അയാൾ അൺറെസ്പോൺസ് വേണം. അടുത്ത് എന്ത് ചെയ്യും? അപ്പോഴും എനിക്ക് കോൾ ഫോർ ഹെൽപ്പ് ചെയ്യണം അല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെ കോൾ ഫോർ ഹെൽപ്പ് ചെയ്യും? അതെങ്ങനെ? മൊബൈൽ എടുക്കുക, സ്പീക്കർ ഓൺ ചെയ്യുക, ഹാൻഡ്സ് ഫ്രീ ഇടുക, 108 വിളിക്കുക. നമ്മൾ ഈ അസസ്മെന്റ് ചെയ്യുന്ന സംസാരിക്കാൻ നമുക്ക് കൈ വേണ്ട. ഓക്കെ, സമയം കളയാനില്ല, വളരെ പ്രധാനമാണ്. അപ്പം നമ്മൾ സ്പീക്കർ മോഡിൽ ഇടുക, 108 വിളിച്ചോളൂ. അയാളുടെ പറയാം, എൻ്റെ അടുത്ത് ഒരാൾ വീണ് കിടക്കുന്നു, ഞാൻ CPR കൊടുക്കാൻ ട്രെയിൻഡാണ്, ഞാൻ CPR കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് എത്തണം. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, റൈറ്റ്. അപ്പം നമ്മൾ കോൾ ഫോർ ഹെൽപ്പ് ചെയ്തു. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഏത് സൈഡിലാണ് ഇരിക്കുന്നത് ആ കൈ എടുക്കുക. കഴുത്തിൻ്റെ നടുക്കാണ് നമ്മൾ ട്രെക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഈ സൈഡിലോട്ട് വരിക. ആ സൈഡിലാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആ സൈഡ് നോക്കരുത്. ആ സൈഡിലാണ് നോക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഈ ഭാഗത്ത്, ഇവിടെ ഇരുന്നുകൊണ്ട് ആ സൈഡ് നോക്കരുത്, ഈ സൈഡിൽ തന്നെ നോക്കരുത്, കിട്ടൂല. ഓക്കെ, നമ്മളെപ്പോഴും ഈ സൈഡിൽ നോക്കണം, ഈ സൈഡിൽ തന്നെ നോക്കുക. ഓക്കെ, അത് ട്രക്കിയ നടുക്കാണ്, ഇത് മസിലാണ്, ഇത് രണ്ടിൻ്റെ ഇടയിലാണ് വരുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ പുറകെ കൊണ്ടുവച്ച് പൾസ് നോക്കുന്നതാണ്. പുറകിലൊന്നും പൾസ് കിട്ടില്ല. ഇതാ ഇവിടെ. ഓക്കെ, എല്ലാവരും നോക്കി. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ലൊക്കേഷൻ നമ്മൾ കണ്ണാടിയിലും വേണേൽ അറിയാം, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ കഴുത്തിൽ വെച്ച് നോക്കാം, എളുപ്പം കിട്ടും കേട്ടോ. പിന്നെ പൾസ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, എനിക്ക് കിട്ടുന്നില്ല, നീ ഒന്ന് നോക്ക്, വേണ്ട. ആരെയും കൊണ്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണ്ട. പൾസ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മാക്സിമം എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ CPR കൊടുക്കുമ്പോൾ 2 ചീത്ത വിളിക്കും, എത്രയല്ലേ ഉള്ളൂ. എന്നാലും അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്നു. എത്ര നേരം നോക്കും? 5 സെക്കൻഡ്. നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് നമ്മുടെ മൊബൈൽ ഇല്ല, വാച്ച് ഇല്ല, എന്ത് ചെയ്യും? എണ്ണ 4 സ്പീഡിലാണ് എണ്ണിയത്. എങ്ങനെ അറിയാം? 1 സെക്കൻഡ് എങ്ങനെയാണ്? 1001, 1002, 1001 പറയാൻ 1 സെക്കൻഡ് വേണം. 1001, 1002, 1003, 1004, 1005, 1006. ആ സമയം കൊണ്ട് നമ്മൾ റെസ്പിറേഷൻ കൂടെ നോക്കണം. നെഞ്ച് പൊങ്ങി താഴുന്നുണ്ടോ? 1006, 1000 ഇല്ല, പൾസ് ഇല്ല, റെസ്പിറേഷൻ ഇല്ല. CPR തുടങ്ങാൻ തീരുമാനം എടുത്തു. ഓക്കെ, CPR തുടങ്ങാൻ തീരുമാനം എടുത്ത് 2 കണ്ടീഷൻസിലാണ് നമ്മൾ CPR തുടങ്ങാൻ തീരുമാനം. എന്തൊക്കെയാണ്? ഒന്ന്, ആബ്സെന്റ് കരോട്ടിഡ് പൾസ് ഇല്ല. 2, അബ്നോർമൽ റെസ്പിറേഷൻ. സാധാരണ ഒരാൾ ശ്വാസം വലിക്കുന്ന എങ്ങനെയാണ്? അത് അബ്നോർമൽ ആയി കഴിഞ്ഞാൽ അത് അറസ്റ്റിലോട്ട് പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അറസ്റ്റ് ആവാൻ വരെ വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, അറസ്റ്റിലോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കി നമ്മൾ CPR കൊടുക്കണം. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മുടെ നെഞ്ചെല്ലെന്ന് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെയാണ്. ഇതാണ് നെഞ്ചെല്ല്. ഇതിൻ്റെ ലോവർ ഹാഫ്, താഴത്തെ പകുതി. പുരുഷന്മാരാണെങ്കിൽ ഇന്റർനിപ്പിൾ ലൈൻ എടുക്കാം. ഓക്കെ, താഴത്തെ പകുതി കൈ വയ്ക്കുക. ഇത് മാത്രമേ മുട്ടാവൂ. ഓക്കെ, മറ്റേ കൈ കൊണ്ട് ഞാൻ ലോക്ക് ചെയ്ത് പിടിച്ചു, എൽബോ ലോക്ക് ചെയ്തു, ഷോൾഡർ ലോക്ക് ചെയ്തു, ശകലം ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തു. എന്നിട്ട് ഇതാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. കര പുറകോട്ടാക്കി, മൂക്കടച്ചു പിടിച്ചു, താടി പൊക്കി. One, 2, 3. ഓൾറൈറ്റ്, ഇതാണ് നമ്മൾ നോർമലി ചെയ്യേണ്ട കാര്യം. 5 സൈക്കിൾ കഴിയുമ്പോൾ ഇവിടെയുള്ള ആള് ഇവിടെ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കരുത്. പിന്നെ ഇതിലേ ഓടി വരാൻ വിചാരിക്കില്ല, ഇപ്പോഴത്തോട്ട് കാലുണ്ട്, അങ്ങ് ചുറ്റി വരണം. ഓക്കെ, അപ്പം എളുപ്പം ഫ്ലാഷ് ഇല്ലാതെ 10 സെക്കൻഡിനകത്ത് 2 കാര്യം ചെയ്യണം. നമ്മൾ 5 സൈക്കിൾ കഴിയുമ്പോഴാണ് നമ്മൾ ഇയാളുടെ പൾസ് വന്നോന്ന് റീഅസസ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ റീഅസസ് ചെയ്യുന്നതും അപ്പോഴാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നോക്കില്ല, വന്നോ നോക്കട്ടെ, വന്നോന്നോ ഇല്ലല്ലോ.
5 സൈക്കിൾ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇടയ്ക്ക് അയാൾ ബോധം തെളിഞ്ഞ് ഇവിടെ കിടക്കുക 5 സൈക്കിൾ ആയില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5 സൈക്കിൾസ് കഴിഞ്ഞിട്ട് നമ്മൾ മാറണം. അപ്പം റെസ്പിറേഷൻ കൊടുക്കുന്ന ആൾ നേരെ അവിടെ വരും, ഇവിടെ ഇരിക്കുന്ന ആൾ നേരെ റെസ്പിറേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, തിരിച്ച് ഇങ്ങനെ ഈ മൂവ്മെൻറ്റ് മാത്രമേ ചെയ്യാവൂ. എന്നാലേ നമുക്ക് ഈ 10 സെക്കൻഡിനകത്ത് നമുക്ക് നമ്മൾ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഒരു ഹൈ ക്വാളിറ്റി CPR കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇയാളെ രക്ഷിച്ചെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ളൂ. നമ്മൾ പലപ്പോഴും ഞാൻ CPR ഒക്കെ കൊടുത്തിട്ട് ഇതുവരെ ഒരുത്തിന് ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞത് നമ്മുടെ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേര് എത്രയോ പ്രാവശ്യം നമ്മൾ CPR കൊടുത്തു, ഇതുവരെ ഒരാൾ എന്താ കാര്യം നമ്മൾ കൊടുക്കുന്നത് ഹൈ ക്വാളിറ്റി CPR ആയിരിക്കില്ല, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറവുകളുണ്ട്. അത് കറക്റ്റ് ചെയ്യാനാണ് ഈ ഒരു സെഷൻ. ഓക്കെ, റൈറ്റ്. അപ്പം ഇനി നിങ്ങൾക്ക് ഈ 2 പേർക്ക് വരാം. ഒരാൾ റെസ്പിറേഷൻ കൊടുക്കുക, ഒരാൾ CPR കൊടുക്കുക, കംപ്രഷൻ കൊടുക്കുക. അത് ഞങ്ങൾ ഇതിനകത്ത് ഒരു ഫീഡ്ബാക്ക് ഡിവൈസാണ്. ഇപ്പം ഇതിൽ നമുക്ക് നോക്കി അറിയാം. ഈ എല്ലാ ലൈറ്റും പച്ച കത്തണം, മനസ്സിലായോ? അപ്പം അത്